രണ്ടുപേരെ കൂട്ടിക്കൊണ്ടു വന്നു. ബാക്കി രണ്ടുപേരെ എവിടെ പോയോ എന്തോ. പാവം, ഗൗതമിന് പോലും അറിയില്ല. അല്ലാതെ ഇവിടെ ആരും തെറ്റ് ചെയ്തുകൊണ്ട് നാട്ടുകൂട്ടം വിളിച്ചു കൂട്ടിയതല്ല. തെറ്റ് ചെയ്തതുപോലെ നമുക്ക് തോന്നിയില്ലെങ്കിലും പ്രായപൂർത്തിയായ രണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ കാണാതാകുന്നത് തെറ്റല്ലെന്ന് പറയാൻ പറ്റുമോ? അച്ഛൻ അങ്ങനെ സംസാരിക്കരുത്. പാവം, അല്ലെങ്കിൽ തന്നെ സഹോദരിമാരെ കാണാതെ അവൻ വിഷമിച്ചിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ടായില്ലേ മുതലാളി? എന്തുകൊണ്ടെന്നാൽ 2-3 ദിവസത്തിനകം ഞങ്ങൾ നിശ്ചയം നടത്താനിരിക്കുന്ന പെണ്ണ ഇത്ര പെട്ടെന്ന് കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തീരുമാനം മാറ്റണോ എന്തോ ഞങ്ങൾക്കേ അറിയില്ല. തിടുക്കം കാണിക്കരുത്. ഗൗതമിന്റെ സഹോദരിമാരെങ്ങും പോയില്ല. ഗൗതം, എന്ത് കാര്യവും നിന്നോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുന്ന ലക്ഷ്മിയും ശ്രീദേവിയും എവിടെ പോയിരിക്കുക മോനെ? അറിയില്ല അമ്മാവ. ചേച്ചി, എല്ലാരും ഏട്ടനെ അപമാനിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് സത്യം പറഞ്ഞാലോ? എനിക്കും പറയണമെന്നുണ്ട്. പക്ഷേ ചേച്ചിയും ശ്രീദേവിയെ സഹായിക്കാൻ പോയത് വേറെ ആരെയല്ല, ശിവാനിയാ. അക്കാര്യം അറിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നമാവും. അതുകൊണ്ടാ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നേ. ഗൗതം, പോലീസിൽ കംപ്ലൈന്റ് കൊടുക്ക. കോൺസ്റ്റബിളും SIയും ദേ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കേണ്ടതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്കങ്ങനെ വിചാരിക്കാം. പക്ഷേ ആ പെൺകുട്ടി എന്ത് കരുതും? താങ്കൾ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാം മനസ്സിലാക്കണോ അനിയ? ഗൗതമന്റെ അമ്മ സാവിത്രി എന്റെ അനിയത്തിയ. പെട്ടെന്നൊരു ദിവസം നാട്ടിൽ നിന്ന് അവളെ കാണാതായി. അതിനുശേഷം ഇന്നുവരെ അവൾ എവിടെയാണെന്നോ എന്തു ചെയ്യുന്നെന്നോ ആർക്കും അറിയില്ല. പല വിധത്തിലുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. ഏത് കഥ പറഞ്ഞാലും ഗൗതമിന് ദേഷ്യം നിയന്ത്രിക്കാനേ പറ്റില്ല. എന്റെ സഹോദരിമാർക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ വട്ടെടുത്ത് നിൽക്കുവാൻ ഞാൻ. അതിനിടയിൽ എന്റെ അമ്മയെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവില്ല. അങ്ങനെ പറയാനുള്ള ധൈര്യം നിനക്കൊണ്ടോടാ? ലക്ഷ്മിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലായിരിക്കാം. അച്ഛാ, ഇഷ്ടമല്ലെങ്കിൽ പറയുമായിരുന്നല്ലോ. പറയാതെ പോലും പൊയ്ക്കളയൂടാ. സാവിത്രിയും അങ്ങനെയായിരുന്നല്ലോ. 5 കുട്ടികളെ പ്രസവിച്ചതിന് ശേഷം അവളുടെ മനസ്സിൽ എന്തായിരുന്നെന്ന് പറയാതെ പോയില്ലേ? നിർത്തിക്കോ! മോനെ ഗൗതം, സമാധാനപ്പെടും മോനെ. ലക്ഷ്മിയും ശ്രീദേവിയും എവിടെ പോയതാണെന്ന് അറിയില്ല. നീ അറിയാതെ പോയതുകൊണ്ട് നാട്ടുകാർ പല വിധത്തിൽ സംസാരിക്കും മോനെ. ഈ സമയത്ത് നീ കുറച്ച് ക്ഷമയോടെ ഇരിക്കും. മോനെ, നീ നിന്റെ സഹോദരിമാരെ നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും കാര്യം പോലും ഞങ്ങൾ ഇതുവരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷേ നിന്റെ അനിയത്തി ലക്ഷ്മിയെ ഞങ്ങൾ മരുമകളാക്കാൻ തീരുമാനിച്ചപ്പോൾ ഇപ്പൊ അവളെ കണ്ടില്ല എന്ന് പറഞ്ഞു വന്ന് നിൽക്കുന്നു. അവളോടൊപ്പം അവളുടെ അനിയത്തിയും കൂടെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ വിചാരിക്കുക? എന്ത് വിചാരിക്കുമെന്ന് നിങ്ങൾ ചോദിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഇവൻ ദേഷ്യം കാണിക്കുന്നു. പിന്നെ എന്ത് ചെയ്യാനാന്ന് പറ. അച്ഛാ, 10 പോലീസുകാരോട് പറഞ്ഞ് അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചോണ്ട് വരും.
നാട്ടുകൂട്ടത്തിനിടയിൽ മാനം പോകുമെന്നല്ലാതെ ഒരു ലാഭവും ഉണ്ടാവില്ല. നിങ്ങളുടെ മോൻ പറയുന്നത് ശരി തന്നെയാ. പോലീസിനെ വിട്ട് അന്വേഷിക്കുന്നതും പത്രത്തിൽ കൊടുക്കുന്നതൊന്നും ഇവന് ഈ ഗൗതമിന് ഇഷ്ടമാവില്ല. ഈ നാട്ടുകൂട്ടത്തിന്റെ നിയമം അനുസരിച്ച് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. 4 മണിക്ക് മുൻപ് 4 സഹോദരിമാരെയും കൂട്ടിക്കൊണ്ടുവന്നാൽ നീ പറയുന്നത് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 2 പേര് വന്നു. ബാക്കിയുള്ള 2 പേര് വരുമോ ഇല്ലയോ എന്നറിയില്ല. ഈ നാട്ടുകൂട്ടത്തിന്റെ തലവനായ എന്നെ എതിർത്ത് സംസാരിച്ച ഗൗതമിന് 4 മണിക്ക് 4 സഹോദരിമാരെയും കൂട്ടിക്കൊണ്ടുവരാത്തതിന് 40 ചാട്ടയടി ശിക്ഷ ഞാൻ വിധിക്കുന്നു. സാർ, ഇത് വലിയ അന്യായമാണ് സാർ. എന്തു വഴക്കായാലും പ്രതികാരമായാലും പരസ്പരം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും കേസ് കൊടുത്ത് കോടതിയിൽ പോകണം എന്നല്ലാതെ ഇങ്ങനെ ശിക്ഷ വിധിക്കുന്നത് തെറ്റാണ് സാർ. എനിക്കും ഇതിൽ വിഷമമുണ്ട് സേതു. പക്ഷെ നാട്ടുകൂട്ടത്തിന്റെ നിയമം നമുക്ക് തെറ്റിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ എടുക്കുന്ന തീരുമാനം ഇഷ്ടപ്പെടാതെ ഗൗതം കംപ്ലൈന്റ് കൊടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഗൗതം, പരാതി കൊടുക്കുമോനെ. ചാട്ടയടി കൊള്ളരുത്. ഞാൻ പറയുന്നത് അനുസരിക്കുമോനെ. എന്റെ സഹോദരിമാരെ കാണാതായപ്പോഴേ എന്റെ അഭിമാനമെല്ലാം പോയി അമ്മാവ. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനം എന്നത് ജീവനാണ്. അത് പോയാ പിന്നെ ഞാൻ മരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. ഇനി നിങ്ങൾക്ക് ശിക്ഷ നടപ്പിലാക്കാം. സബാഷ്, ഇങ്ങനെയായിരിക്കണം ഒരു ആണത്വമുള്ളവൻ. ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ ഏട്ടൻ എന്തിനാ ചാട്ടയടി വാങ്ങുന്നേ? ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ മോളെ. ലക്ഷ്മി ശ്രീദേവിയും തെറ്റ് ചെയ്യില്ലെന്ന് നമുക്കറിയാം. ഏട്ടാ, അവര് വീട്ടിലില്ല, ശരിയാണ്. അവര് വീട്ടിലേക്ക് തന്നെ വരും. ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തും. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഏട്ടൻ എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത്? എന്നോട് പറയാതെ പോയത് ഒരു തെറ്റ്. ഈ നാട്ടുകൂട്ടത്തിൽ പറഞ്ഞ സമയത്ത് വരാത്തത് മറ്റൊരു തെറ്റ്. നാട്ടുകൂട്ടത്തിന്റെ വിധി അനുസരിച്ചില്ലെങ്കിൽ അതിലും വലിയ തെറ്റ്. അയ്യോ ഏട്ടാ! സേതു, താൻ തന്റെ മകളെ ഇവിടുന്ന് മാറ്റി നിർത്താൻ നോക്ക്. ചാട്ടയടിക്കുന്നത് അവളുടെ ശരീരത്തിൽ കൊണ്ടാൽ അവളുടെ തൊലി ഉരിഞ്ഞു പോകും. ഗൗതം ബലശാലിയാ, അവനത് താങ്ങും. എന്നാ പിന്നെ തുടങ്ങ. ഒന്ന്, രണ്ട്,
ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അദ്ദേഹത്തിന്റെ അനുജത്തിമാരെ കാണാത്തത് കൊണ്ട് ശിക്ഷിക്കുന്നതാ. ശ്രീദേവി എന്താ നിങ്ങൾക്കാർക്കും കാണാൻ പറ്റുന്നില്ലേ? ഏട്ടാ, ഏട്ടാ, എന്നോട് ക്ഷമിക്കണോ ഏട്ടാ? ഏട്ടാ, ശിവാനി SI എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ചേച്ചിയും ഞാനും ഇവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി പോയതാ. അതെ ചേട്ടാ, എനിക്ക് സഹായം ചെയ്താൽ അതെങ്ങനെ കുറ്റാവുന്നത്? ഏട്ടാ, നമ്മുടെ വീട്ടിലുള്ളവരെ എതിർത്ത് പറഞ്ഞു. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ പാസ്സാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ കാര്യം ഏട്ടനും അറിയാലോ. ഏട്ടനും എന്നെ സഹായിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്? ആ അതെ അതെ. ആ ഏട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാ എന്നെ സഹായിക്കാൻ വരാൻ ഏട്ടന് പറ്റാതിരുന്നത്. ഏട്ടനെ വിളിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാ ഞാൻ ലക്ഷ്മിയെ വിളിച്ചത്. ലക്ഷ്മി ശ്രീദേവിയും കൂട്ടിക്കൊണ്ടു വന്നു. എന്നെ എക്സാമിന് ശ്രീദേവിയാ കൂട്ടിക്കൊണ്ടു പോയത്. അവള് ഏട്ടനെ കണ്ടെന്നും പറഞ്ഞല്ലോ. അതെ അതെ, എന്നെ കണ്ടിരുന്നു. ഞാനും അവളെ കണ്ടു. അവളും എക്സാം എഴുതുകയാണെന്നാ പറഞ്ഞത്. അവൾ എക്സാം എഴുതാൻ പോകുന്നു പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അവളുടെ ഏട്ടൻ അറിയാതെയാണ് എക്സാം എഴുതാൻ വന്നതെന്ന് ഞാനെങ്ങനെ അറിയാനാ? എക്സാം എഴുതിയത് ശിവാനിയാ, ഞാനല്ല. അവളെ ഞാൻ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയതാ. അപ്പോ ലക്ഷ്മി എവിടെ മോളെ? എന്റെ വീട്ടിലുണ്ട്. വന്നാ ഞാൻ കാണിച്ചു തരാം. അപ്പോ ആർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. എന്താടാ സംഭവിച്ചത്? നിർത്ത്. ലക്ഷ്മി എവിടെ മോളെ? എന്റെ വീട്ടിലുണ്ട്. മുറിയുടെ താക്കോല് താ വല്യമ്മേ. താക്കോല് താ മുത്തശ്ശി. താക്കോൽ. ലക്ഷ്മി, പുറത്തേക്ക് വാ. നീ ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. പുറത്തേക്ക് വാ.
പാവം പെൺകുട്ടിയെ മുറിക്കുള്ളിൽ അടച്ചു പൂട്ടിയിട്ടത് സാമർഥ്യമൊന്നുമല്ല. ഇത്ര മനുഷ്യത്വമില്ലായ്മ കാണിച്ചത് ആരാ? നമ്മൾ ജന്നൽ പൊളിച്ചിട്ടാ ശിവാനിയെ കൂട്ടിക്കൊണ്ടു പോയതെന്ന കാര്യം ഇവരറിഞ്ഞു. പറയല്ലേ ചേച്ചി? പറ ലക്ഷ്മി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളല്ലാതെ വേറെ ആരാ ഇതൊക്കെ ചെയ്യാ? എന്റെ ഭാവി മരുമകളെ ഇങ്ങനെ വിളിച്ചോണ്ട് വന്ന് റൂമിൽ അടച്ചിടുന്നതാണോ മര്യാദ? നിങ്ങളുടെ മകൾ പരീക്ഷ എഴുതാൻ വേണ്ടി എന്റെ മരുമകളോടോ അവളുടെ അനിയത്തിയോടോ ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുമ്പ് നാട്ടുകൂട്ടത്തെ വിളിച്ചു കൂട്ടുന്നത് അത്ര മര്യാദയുള്ള കാര്യമല്ല. നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 ഏക്കർ പാടം ഉണ്ടല്ലോ, അതിൽ കൃഷി ഇറക്കാൻ നോക്ക്. അതല്ലാതെ മറ്റുള്ളവന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തും അവനെ നാട്ടുകൂട്ടത്തിന്റെ മുമ്പില് എങ്ങനെയൊക്കെ അപമാനിക്കാമെന്നും വെള്ളം ഇറക്കി കാത്തിരിക്കുകയല്ല വേണ്ടത്. അത് ഈ പദവിയിലിരിക്കുന്ന നിങ്ങൾക്ക് നാണക്കേടാ. ഇവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താടാ മിണ്ടാതെ നിൽക്കുന്നേ? നിങ്ങളുടെ മൂത്ത മോന്റെ വാ തുറക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിഷ്കളങ്കരായ എന്റെ സഹോദരിമാരുടെ മേലെ കുറ്റം ആരോപിച്ചിട്ട് അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ട്. എന്റെ സഹോദരിയെ ഈ വീട്ടിലെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് ഇയാളെന്നെ നാണം കെടുത്താമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പൊ നാണം കെട്ടു നിൽക്കുന്നത് നിങ്ങളുടെ മകനാണ്. ഇത് നാട്ടുകൂട്ടമായിരിക്കാം, അല്ലായിരിക്കാം. ഇത് നിങ്ങളുടെ വീടായിരിക്കാം. പക്ഷേ ഈ നാട്ടുകാരിപ്പോ നിങ്ങളെ ഏതർത്ഥത്തിലാ കാണുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സംഭവിച്ചതെല്ലാം പോട്ടെ ചേട്ടാ. ചേട്ടൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ എന്റെ വല്യച്ഛന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിക്കും. മോളെ ലക്ഷ്മി, നീ ഇങ്ങോട്ട് വാ. നീ ഒരു പാവമായിരിക്കുന്നത് കൊണ്ടേ ഇവരൊക്കെ നിന്നോട് എന്ത് വേണമെങ്കിലും ചെയ്യും. വാ മോളെ, നമുക്ക് വീട്ടിൽ പോവാം. ഒരു നിമിഷം ഗൗതം. അദ്ദേഹത്തിന്റെ മകളല്ലാതെ വേറെ ആർക്കും പഠിക്കാൻ പാടില്ലേ? നിങ്ങളെ സഹോദരിമാർക്ക് പുറത്തു പോകാൻ പാടില്ലേ? ഈ ചെറിയ കാര്യത്തിന് നാട്ടുകൂട്ടം കൂടി നിങ്ങളെ അപമാനിച്ച വരദരാജൻ മുതലാളി നിങ്ങളോട് ക്ഷമ ചോദിക്കണ്ടേ? ഏയ്, എവിടെ നിന്ന് എന്ത് സംസാരിക്കുന്നെന്ന് അറിയോ? നാട്ടുകൂട്ടം വിളിച്ചതല്ലേ? ശരിയും തെറ്റ് ഏതാണെന്ന് അറിയാതെ നാട്ടുകൂട്ടം വിളിച്ച നേതാവാണെങ്കിലും ക്ഷമ ചോദിച്ചാൽ പറ്റൂ. അത് നിങ്ങളുടെ മകന് നന്നായിട്ട് അറിയാം. അവൻ എന്തറിയാന്നാടാ? അദ്ദേഹമല്ലേ ഇപ്പൊ നാട്ടുകൂട്ടം കൂട്ടിയത്. ഇപ്പൊ അതോർത്ത് വിഷമിക്കുന്നുണ്ടാവും. ക്ഷമ ചോദിക്ക്. അതിനെന്താണ് ഇത്ര ആലോചിക്കാനുള്ളത്? അതിനും മടിക്കുന്നോ? എടുത്ത് തൊഴുതാല് ക്ഷമിച്ചു എന്നാണ് അർത്ഥം. അതിനേക്കാൾ ഇനി എന്താ വേണ്ടേ? വന്നേ പോകാം. ആ വാ വാ. ശരി ശരി.